രാഹുലൻ മാണിക്കോത്ത് എന്ന് പറയുന്ന ഒരു സഹോദരൻ. ആ സഹോദരനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. എന്തൊരു മനുഷ്യനാണ് അദ്ദേഹം! എത്ര നല്ല മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം! ആ മനുഷ്യൻ ചെയ്ത മനോഹരമായ ഒരു പ്രവർത്തനം, അതിന് നമ്മൾ ആ മനുഷ്യനോട് എത്ര നന്ദി പറഞ്ഞാലും, അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. നമുക്ക് അദ്ദേഹം തന്റെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട്, തന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, പക്ഷേ 12ഓളം വരുന്ന മദ്രസ വിദ്യാർത്ഥികളായ പിഞ്ചോമന മക്കൾ മരണപ്പെടാൻ പാടില്ല, അവർക്കൊരു ദുരന്തം സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ മനുഷ്യൻ തന്റെ സ്വന്തം ജീവൻ പോലും പണയം വെക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയത്. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് വഴി മാറിയിട്ട് അവരുടെ സൈഡിൽ നിന്നും ട്രാക്ക് മാറി നമ്മളെ സൈഡിൽ നിന്നും മാറി ഇടതുവശം ചേർന്ന് വരുന്നത് കണ്ട് അപ്പോൾ നമ്മൾ അത് ഓവർടേക്ക് ചെയ്യുന്നതാണെന്ന് വിചാരിച്ചത്. ഞാനും ഡ്രൈവർ സുനി ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ ഡ്രൈവറെ കൂട്ടിയിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ തനിച്ച പോലെ വന്ന് തന്നെ അത് ഡ്രൈവറെയും കൂട്ടി വരുന്ന സമയത്ത് വഴി മാറി വരുന്നൊരു വണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് ഞാൻ ഡ്രൈവറോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇടതുഭാഗം ചേർന്നിട്ട് കുറേ കുട്ടികൾ, ഒരു 10-12ഓളം ചെറിയ മക്കൾ, കുഞ്ഞുമക്കൾ മദ്രസയിൽ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ സൈഡിൽ നമ്മളെ ഇടതുവശം ചേർന്ന് പോകുമ്പോൾ ആ വണ്ടി അവരുടെ സൈഡിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു വലത്തോട്ട് ഇടിപ്പിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ സൈഡ് മാറി പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രൈവറോട് വണ്ടി ഇടത്തോട്ട് എടുക്കേണ്ട നേരെ പിടിച്ചു വന്നു. അപ്പോൾ അത്രയും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്നുവെച്ചാൽ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ പെട്ടെന്ന് അവിടെ ഒരു വർക്കൗട്ട് ആയതുകൊണ്ട് വണ്ടി നേരെ ഇടിക്കുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 വണ്ടിയും പൂർണ്ണമായും തകർന്നു. എന്തോ ഭാഗ്യം, ആരതോ ഭാഗ്യം കൊണ്ട് ആളപായം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ച് വണ്ടിയിൽ ഇറങ്ങി ആകെ പുകമയം, ഒരു ഭീതിജനകമായൊരു സംഭവമായിരുന്നു. അപ്പോൾ കുട്ടികളെന്തോ ഭാഗ്യത്തിന് ഒരു പരിക്കേൽക്കാതെ, ആർക്കും മുറിവേൽക്കാതെ രക്ഷപ്പെട്ടു. 2 ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നടന്ന ഒരു വാഹനാപകടം. ആ വാഹനാപകടത്തെ തുടർന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ആ മനുഷ്യൻ എത്രത്തോളം നല്ല മനസ്സിന്റെ ഉടമയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോക്കൂ, വിദേശത്തേക്ക് പോകേണ്ട തന്റെ സഹോദരിയെ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ആക്കിയതിനു ശേഷം അദ്ദേഹം തിരിച്ച് കാറോടിച്ചു വരുന്ന സമയത്ത് ഒരു വാഹനം എതിർദിശയിലേക്ക് വരുന്നു. പെട്ടെന്ന് ഒരു നിയന്ത്രണം വിട്ട് ഒരു അപകടം എന്നുള്ള ഒരു ഭീതിജനകമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് എന്തു ചെയ്യണമെന്നറിയില്ല. ഇടത്തോട്ട് തിരിക്കാം, ഒന്നുകിൽ വലത്തോട്ട് തിരിക്കാം. എന്നാൽ വാഹനം ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ 12ഓളം മദ്രസ വിദ്യാർത്ഥികൾ നടന്നു പോകുന്നു. എന്നാൽ വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാലോ ഏതെങ്കിലും കാറിൽ ചെന്ന് വാഹനം ഇടിക്കും. അദ്ദേഹം മറിച്ചൊന്നും നോക്കിയില്ല. തന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി, അവിടെ നടന്നു പോകുന്ന ആ 12ഓളം മദ്രസ വിദ്യാർത്ഥികൾക്ക്, ആ പിഞ്ചുമന മക്കൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ മനുഷ്യൻ വാഹനം വലത്തോട്ട് തിരിക്കുകയും എതിരെ വരുന്ന ഒരു കാറിലേക്ക് അദ്ദേഹത്തിന്റെ കാർ ചെന്നിടിക്കുകയും ചെയ്യുന്നു. ആ വാഹനം എങ്ങാനും ആ മദ്രസ വിദ്യാർത്ഥികൾക്ക് നേരെ തിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ ആ 12ഓളം പിഞ്ചുമക്കൾ മരണപ്പെടുമായിരുന്നു. പക്ഷെ ആ ഒരു സെക്കൻഡിൽ അദ്ദേഹം എടുത്തൊരു തീരുമാനം, അത് വലിയൊരു ദുരന്തമാണ് ഒഴിവായി മാറിയത്. അപകടത്തിലെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എതിരെ വന്ന കാറും അദ്ദേഹം ഓടിച്ച കാറിനും വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ മനുഷ്യൻ ചെയ്ത നല്ലൊരു പ്രവർത്തനം, ആ മനുഷ്യന്റെ വലിയൊരു മനസ്സ്, അത് കാരണത്താൽ ഇരുകൂട്ടർക്കും, 2 വാഹനത്തിലുള്ളവർക്കും, ആ സഹോദരനും യാതൊരുവിധ പരിക്കുകളും ഉണ്ടായില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി നമ്മൾ ഏറ്റവും കൂടുതലും കേൾക്കുന്ന വാർത്തയാണ് വാഹനാപകടങ്ങൾ. വാഹനാപകടത്തിൽ പൊരുനിരത്തുകളിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ ദിവസം പോലും ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നബിദിന റാലി കാണുവാൻ വേണ്ടി തൻ്റെ മകനെയും കൈപിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് എതിർദിശയിൽ ബൈക്കിൽ വരുന്ന ഒരു യുവാവ് ആ സഹോദരനെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. ആ സഹോദരൻ മരണപ്പെട്ടു പോവുകയാണ് തൻ്റെ പ്രിയപ്പെട്ട മകന്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട്. ഇത്തരത്തിൽ വാഹനം അതിവേഗത്തിൽ ഓടിച്ചും നിയന്ത്രണം വിട്ട് ഓടിച്ചുകൊണ്ടും പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരുടെ ജീവനെടുക്കുന്ന അത്തരം ആളുകളിൽ നിന്നും വ്യത്യസ്തനായി മാറുകയാണ് ഈ മനുഷ്യൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, 12ഓളം വരുന്ന മദ്രസ വിദ്യാർത്ഥികൾ, ആ പിഞ്ചുമര മക്കൾ, ആ ഓരോ മക്കളും ഓരോ മാതാപിതാക്കളുടെയും വിലപ്പെട്ട സ്വത്തുക്കളാണ്. ഓരോ ഉമ്മമാരും മാസങ്ങളോളം വേദന സഹിച്ച് പ്രസവിച്ച് പോറ്റി വളർത്തിയ മക്കൾ, ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാണുന്ന മക്കൾ, ആ കുരുന്നു മക്കളുടെ ജീവൻ രക്ഷപ്പെടുകയാണ്. ആ മക്കളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്നും ഈ സഹോദരൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ നോക്കൂ, ആ സഹോദരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു കാർ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാറായിരുന്നു. പക്ഷേ ആ ഒരു അപകടം നടക്കുന്ന സമയത്ത്, ആ കുരുന്നു മക്കളെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് കാർ ഒന്നുമല്ല, ആ മക്കളുടെ ജീവനാണ് വലുത്. കാർ ഒന്നു പോയാൽ മറ്റൊരു കാർ മേടിക്കാം, പക്ഷെ ഒരു ജീവൻ പൊലിഞ്ഞു പോയാൽ ആ ജീവൻ തിരിച്ചു കിട്ടില്ല. ഇത്തരമൊരു അപകടം വരുന്ന ആ ഒരു സാഹചര്യത്തിൽ, മരണത്തെ മുഖാമുഖം കാണുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ പല ആളുകളും ഇത്തരമൊരു തീരുമാനമെടുക്കുകയില്ല. പക്ഷേ ഈ മനുഷ്യൻ അവിടെ ഒരു തീരുമാനമെടുക്കുകയാണ്. രാഹുലൻ
താങ്കൾക്കൊരായിരം ബിഗ് സല്യൂട്ട്. താങ്കൾക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറി തിരിച്ച് ഊർജ്ജസ്വലനായിക്കൊണ്ട് ആരോഗ്യവാനായി താങ്കൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ. ഇതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി നേടുന്ന അംജദ് എന്ന് പറയുന്ന ഒരു സഹോദരനെ കുറിച്ചുകൂടി പറഞ്ഞു വെക്കാം. വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അംജദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ചെയ്ത പ്രവൃത്തി സമൂഹ മാധ്യമങ്ങളിൽ കൂടി എല്ലാവരും ആ ചെറുപ്പക്കാരനെ പ്രശംസിക്കുകയാണ്. പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരനാണ് ആ 10 വയസ്സുകാരനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാട്ടിലേക്ക് എത്തിയത്. മാരകമായ ഒരു രോഗത്തിന് അടിമയായി മാറിയ ഒരു 10 വയസ്സുകാരൻ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടർമാർ ഏക പോംവഴിയായി പറഞ്ഞൊരു കാര്യം, ആ കുട്ടിയുടെ രക്തത്തിലെ സ്റ്റെം സെൽ അത് കണ്ടെത്തി അതിനുശേഷം അതൊരാഴ്ച നീളുന്ന പ്രോസസ്സിലൂടെ മാറ്റിവെക്കേണ്ടതുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ സ്റ്റെം സെൽ മാച്ച് ആവുന്നത് 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമാണ്. അതായത് റെയറായിട്ടുള്ള സ്റ്റെം സെല്ലാണ്. അങ്ങനെ കേരളം മുഴുവനും അനുയോജ്യമായ ആ ഒരു സ്റ്റെം സെൽ കിട്ടുവാൻ വേണ്ടി രക്തസാമ്പിളും മറ്റുമൊക്കെ നടത്തുകയാണ്. അവസാനം ആ ഒരു അന്വേഷണത്തിനൊടുവിൽ ഒരു നിയോഗം പോലെ 2024 മാമോക്കിൽ വെച്ച് നടത്തിയ ബ്ലഡ് സ്റ്റെം സെൽ ക്യാമ്പിലെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഭാഗ്യവശാൽ UAE ജോലി ചെയ്യുന്ന അംജദ് റഹ്മാൻ എന്ന് പറയുന്ന സഹോദരന്റെ സ്റ്റെം സെൽ രോഗിയായ കുട്ടിയുമായി മാച്ച് ആവുകയാണ്. അത് കണ്ടതും വളരെയധികം പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആ കുട്ടിയുടെ കുടുംബം അംജദ് എന്ന് പറയുന്ന സഹോദരനെ വിളിക്കുകയാണ്. ഇതാ ചെറുപ്പക്കാരന് കിട്ടിയ ദൈവനിയോഗമായും അപൂർവ അവസരമായും കണക്കാക്കി ആ ചെറുപ്പക്കാരൻ പൂർണ്ണ സമ്മതം കൊടുക്കുന്നു. അംജുവിന്റെ പ്രിയതമയും ഭാര്യയും കൂടി ഇതിനുവേണ്ടി പൂർണ്ണ സമ്മതം കൊടുത്തതോടുകൂടി കഴിഞ്ഞ ദിവസം രാത്രി UAE നിന്നും എറണാകുളം അമൃത ആശുപത്രിയിലെ ആ 10 വയസ്സുകാരനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി നിറപുഞ്ചിരിയോടുകൂടി അംജു എന്ന് പറയുന്ന ആ സഹോദരൻ വിമാനം കയറുന്നു. മഹത്തായ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ആ ഒരു രക്ഷാപ്രവർത്തനം, ആ ഒരു ദൗത്യം ഏറ്റെടുത്ത ആ സഹോദരനെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. രണ്ടുപേർക്കും ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാതെ സർജറി പൂർണ്ണമായും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരു തീരുമാനം കാരണം ഒരു കുട്ടിയുടെ ജീവനാണ് തിരിച്ചു കിട്ടാൻ പോകുന്നത്. നോക്കൂ, ഈ 2 വിഷയത്തിലും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എല്ലാവരും ഒന്നാണ്. മുസൽമാനും ക്രൈസ്തവനും ഹൈന്ദവനും എല്ലാവരും ഒന്നാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് ആദ്യം താങ്ങും തണലുമായി വരുന്നത് ഇതര മതസ്ഥയിൽപ്പെട്ട ഏതെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളായിരിക്കും. കാലങ്ങളായി സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി കഴിയുന്ന ഇത്തരം ജനങ്ങളെയാണ് വർഗീയവാദികൾ പരസ്പരം മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞുകൊണ്ട് തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ട് കടക്കുമ്പോൾ ആ മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത് അവന്റെ മതം നോക്കിയല്ല, അവൻ ഏത് ജാതിയിൽപ്പെട്ടവനെന്ന് നോക്കിയല്ല, നേരെ മറിച്ച് അവനൊരു മനുഷ്യനാണെന്നുള്ള പരിഗണനയിലാണ്. അവനെക്കാത്തൊരു കുടുംബം കഴിയുന്നുണ്ട് എന്നുള്ള ചിന്തയിലാണ്. ഇതാണ് നമ്മുടെ നാടിന്റെ സ്നേഹം. ഇവിടെ എല്ലാവരും ഒന്നാണ്. ഒരു വർഗീയവാദികളുടെയും തന്ത്രങ്ങൾ ഇവിടെ നടപ്പിലാകാൻ പോകുന്നില്ല.